ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് ബേപ്പൂർ സ്റ്റേഷനിൽ യുവാവ് പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായെന്ന പരാതി. 20-കാരനായ ബേപ്പൂർ സ്വദേശി അനന്തുവാണ് മർദ്ദനത്തിനിരയായത്. പരിക്കേറ്റ അനന്തുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ബേപ്പൂർ സ്റ്റേഷനിൽ യുവാവ് പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായെന്നാണ് പരാതി. എന്തായിരുന്നു സാഹചര്യം? എന്താണ് സംഭവിച്ചത്? വൃന്ദ, ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ ക്രൂരമർദ്ദനത്തിന് അനന്തു എന്ന് പറയുന്ന 20-കാരൻ ഇരയാകുന്നത്. ബേപ്പൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു എന്നാണ് അനന്തുവിന്റെ പരാതി. 20-കാരനായ അനന്തുവും 2 സുഹൃത്തുക്കളും ഈ ബൈക്കിൽ ട്രിപ്പിൾ കയറി പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. 3 പേർ ഒരുമിച്ച് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഈ സാഹചര്യത്തിൽ പോലീസ് ഇവർക്കെതിരെ കൈകാട്ടി നിർത്തി. ഒപ്പം തന്നെ കൈകാട്ടി നിർത്തിയതോടുകൂടി അനന്തവും മറ്റൊരു കൂട്ടുകാരനും മാത്രം പോലീസിന്റെ മുൻപിൽപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് പോലീസ് ആ പയ്യനെയും കൂട്ടി തിരികെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായാൽ മതി എന്ന് അറിയിച്ചു. അങ്ങനെ വൈകിട്ട് 6 മണിയോടുകൂടി അനന്തവും സുഹൃത്തും തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എന്നാണ് അനന്തും പറയുന്നത്. ആ സമയത്ത് ഈ പോലീസ് ഇതേ ചൊല്ലി പോലീസ് കയർത്ത സമയത്ത് പോലീസ് ലാത്തി വീശി എന്ന് പറയുന്നു. ആ ലാത്തി വീശിയപ്പോൾ അത് തടയുകയായിരുന്നു താൻ ചെയ്തത്. തടഞ്ഞപ്പോൾ പോലീസ് തന്നെ പട്ടിക ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ്. എന്തായാലും ലാത്തി കൊണ്ടുള്ള അടിയേറ്റതിന്റെ പാടുകൾ അനന്തുവിന്റെ ദേഹത്ത് കാണാനുണ്ട്. അനന്തുവിന്റെ തോളിലും ഒപ്പം തന്നെ പുറത്തും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലുമെല്ലാമായി ഈ അടിയേറ്റതിന്റെ ക്രൂരമായി അടിയേറ്റതിന്റെ പാടുകൾ കാണാനുണ്ട്. അത് പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ മർദ്ദനം ആണോ എന്നുള്ളത് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് ഇതേക്കുറിച്ച് പറയുന്നത് ഈ അനന്തു എന്ന് പറയുന്ന ലഹരി മാഫിയുമായി ബന്ധമുള്ളയാളാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ ആരോപണം അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ അനന്തുവിനെ നേരത്തെയും ഇത്തരം സാഹചര്യങ്ങളിൽ പിടികൂടിയിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. പക്ഷേ അനന്തുവിനെതിരെ കേസുണ്ടോ മറ്റു കാര്യങ്ങളൊന്നും പോലീസ് വ്യക്തമാക്കുന്നില്ല. ഇനി കേസുള്ള ആളാണെങ്കിൽ തന്നെ പോലീസിനെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാനുള്ള ഒരു അവകാശമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒരിക്കലും ആരും നൽകിയിട്ടില്ല എന്നുള്ളത് നിയമ സംവിധാനത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അതായത് ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലെ 2 SI-മാരും ഒപ്പം തന്നെ ഉൾപ്പെടെ 4 പോലീസുകാരാണ് തന്നെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് അനന്തവും സുഹൃത്തുക്കളും പറയുന്നത്. അനന്തുവിനെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ശരീരമാസകലം അടിയേറ്റതിന്റെ പാടുകളും ഉണ്ട്. ഒപ്പം പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം എന്താണ് സംഭവിച്ചത് എന്ന് പോലീസ് നൽകിയിട്ടുമില്ല. വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ പോലീസ് ഇത് സംബന്ധിച്ച വ്യക്തത നൽകുമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സംബന്ധിച്ച് ബേപ്പൂർ പോലീസ് ഇൻസ്പെക്ടർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കുമെല്ലാം തന്നെ അനന്തു പരാതി നൽകിയിട്ടുമുണ്ട്. വൃന്ദ, നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അനന്തു വിചാരിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായും ഈ ഒരു സംഭവത്തിൽ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അനന്തുവിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വ്യക്തമാക്കുന്നത്. കാരണം ഒരു ദേഹത്തെ പാടുകൾ വ്യക്തമാക്കുന്നത് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ്. ദേഹത്ത് ലാത്തിയടിയേറ്റതുപോലുള്ള പാടുകളുണ്ട്. അത് കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടി ഒരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. പക്ഷെ പോലീസിനെ വിളിച്ചപ്പോൾ പോലീസ് പറയുന്നത് ഇയാൾ ലഹരി മാഫിയുമായി ബന്ധപ്പെട്ടയാളാണ്, ഇത്തരത്തിൽ നേരത്തെ പിടികൂടിയിട്ടുണ്ട്, പക്ഷേ കേസുകൾ വല്ലതും എന്ന് ചോദിച്ചപ്പോൾ പോലീസ് അതിൽ ഒരു വ്യക്തത വരുത്തുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇനി അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇനി അത്തരം കേസുകളിൽ പെട്ടയാളാണെങ്കിൽ കൂടിയും നിയമപരമായി എന്തുകൊണ്ട് കർശന നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇങ്ങനെ ശാരീരികോപദ്രവം ഏൽപ്പിക്കാൻ പോലീസിന് അധികാരമുണ്ടോ എന്ന ചോദ്യത്തിൽ പോലീസിനും ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നീതീകരിക്കാനാവാത്ത ഒരു സാഹചര്യമാണ്. ഇനി പോലീസ് പറയുന്നത് പോലുള്ള ഒരാളാണെങ്കിൽ കൂടിയും അത്തരത്തിലുള്ളയാളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് അത് പൊതുസമൂഹത്തിന് മുൻപിൽ അങ്ങനെ അവതരിപ്പിക്കേണ്ടതിന് പകരം എന്തുകൊണ്ട് ഒരു ബൈക്കിൽ ട്രിപ്പിൾ പോയതിന്റെ പേരിലൊക്കെ ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം നേരിടേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നു? ഇനി തിരിച്ച് അനന്തവും കൂട്ടരും എന്തെങ്കിലും പോലീസിനെ ചെയ്തോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും പോലീസ് ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. ശരി. കോഴിക്കോട് ബേപ്പൂർ സ്റ്റേഷനിൽ യുവാവ് പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായെന്ന പരാതി. 20-കാരനായ ബേപ്പൂർ സ്വദേശി അനന്തുവിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ അനന്തുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KM.